ശബരിമലയിൽ നിന്ന് സ്വർണം കെട്ടവന്റെ പേര് സഖാവെന്നാണ്. കോർമൽ ആശ്രമത്തിൽ നിന്ന് പണമടിച്ചു മാറ്റിയവന്റെ പേര് സഖാവെന്ന് മാത്രമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മോഷ്ടാവ് മോഷണം മുതൽ തിരിച്ചു കൊടുത്താൽ മോഷണമില്ലാതാകുമെന്നുള്ള കഥയും കൊണ്ട് സാക്ഷി ഒപ്പിട്ടവനും സാക്ഷി ഒപ്പിടാത്തവനും എന്നെ വിളിച്ച് കുതിരകയറാൻ വന്നാൽ അതിനൊക്കെ രാഷ്ട്രീയമായി തെളിയിട്ടെന്ന് മറുപടി പറയാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ നാടിനോട് ഞാൻ സംവദിക്കുന്നു. കയ്യൂക്കിനെതിരെയുള്ള ഈ മലയോര ഹൈവേ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെയും ഗവൺമെന്റുകളുടെയും തിട്ടൂരത്തിനെതിരെ നിങ്ങളുടെ അനുഭവം വരിക. ജയപരാജയങ്ങളെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ നീതികേട് സംഭവിച്ചു. എങ്ങനെയാണ് പ്രിയപ്പെട്ട സാർ? ഇവിടെ നീതികേട് സംഭവിച്ചത് അങ്ങിരിക്കുന്നതിന്റെ പുറകിൽ ഈ കാണുന്ന വീട്ടുകാരന് 19 ലക്ഷം രൂപയാണ് പാക്കേജിനകത്ത് കൊടുത്തത്. 19 ലക്ഷം രൂപ. പക്ഷേ നമ്മൾ ഇരിക്കുന്നതിന്റെ നേരെ തൊട്ടടുത്ത്, ആ സ്കൂളിന്റെ തൊട്ടപ്പുറത്ത്, ആ വഴിയുടെ തൊട്ടപ്പുറത്ത് ഗംഗാധരൻ എന്ന് പറയുന്ന മനുഷ്യന് 1 രൂപ പോലും കൊടുക്കാതെ ആ മനുഷ്യന് ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയത്തിനകത്ത് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് നീതികേട് കാണിക്കുമ്പോ ആ നീതികേട് തുറന്നു പറയേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രവർത്തകനായി എനിക്കില്ലെങ്കിൽ ഇനി ഈ നാടിന് വേണ്ടി ആരത് പറയും? കോർമലയിൽ പടിഞ്ഞാക്കര ഷാജു എന്ന് പറയുന്ന CPM കാരന് അവരുടെ കടയുടെ മുൻവശത്ത് ഒരിത്തിരി മണ്ണിട്ട് സ്ഥലം പോകുന്നതിന് 14,809 രൂപ. ഞാൻ അങ്ങ് പറഞ്ഞതിനെ അങ്ങനെ തന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു. എന്താണത്? ഫ്രീ സറണ്ടർ കൊടുക്കണമെന്ന് ആഗ്രഹം കൊടുത്തുകൊള്ളുന്നു. പക്ഷെ ചോദിക്കുന്നു, എല്ലാ നികുതികളും വർദ്ധിപ്പിക്കപ്പെട്ടില്ലേ? എല്ലാ നികുതികളും നിങ്ങൾ ഭൂമിയുടെ നികുതി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ നികുതി വർദ്ധിപ്പിക്കപ്പെട്ടു. ഈ കാണുന്ന വെളിച്ചത്തിന് നികുതി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ നികുതി വർദ്ധിപ്പിക്കപ്പെട്ടു. ഈ കാണുന്ന വെള്ളത്തിന് നികുതി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ നികുതി വർദ്ധിപ്പിക്കപ്പെട്ടു. കെട്ടിടത്തിന് നികുതി വർദ്ധിപ്പിക്കപ്പെട്ടു. വീട് പുതിയതായി പണിയണമെങ്കിൽ ആ പെർമിറ്റ് ഫീസ് 50% വർദ്ധിപ്പിക്കപ്പെട്ടു. ഈ ഗവൺമെന്റ് എല്ലാം വർദ്ധിപ്പിച്ചതിന് ശേഷം ഈ നാട്ടിലെ മനുഷ്യർക്ക് അർഹതപ്പെട്ടത് തരില്ലെന്ന് പറയുമ്പോ ഈ നാട്ടിലെ മനുഷ്യർ അത് ന്യൂനപക്ഷമാണെങ്കിൽ, ചോദ്യം ചെയ്യുന്നവർ ന്യൂനപക്ഷമാണെങ്കിൽ ആ ചോദ്യം ചെയ്ത് ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. പടിഞ്ഞാക്കര ഷാജുവിന് 14,850. പക്ഷെ തൊട്ടപ്പുറത്ത് കണ്ണമ്പുഴയുടെ പോളിക്കും ഡേവിസിനും ജോസിനും വർഗീസിനും അവിടുത്തെ ആ വീട്ടുകാർ ഒരാൾക്ക് 3,153 രൂപ, ഒരാൾക്ക് 3,935 രൂപ, ഒരാൾക്ക് 2,676 രൂപ. നീതികേടല്ലേ? കാട്ടുകല്ല് അടക്കി വെച്ചെടുത്ത് 2,89,573 രൂപ കൊടുക്കാമെങ്കിൽ കാട്ടുകല്ല് മാത്രം അടക്കി വെച്ചെടുത്ത് 2,04,065 രൂപ കൊടുക്കാമെങ്കിൽ ഈ പുറകിലുള്ള പായങ്ങളുടെ ജോഡിയില്ലേ ആ മനുഷ്യന് 80,000 രൂപ. കാട്ടുകല്ല് അടുക്കി വെച്ചെടുത്ത് 2,89,000 2,04,000 കൊടുക്കുന്നിടത്ത് ഈ പായപ്പൻ ജോലിക്ക് കേവലം 80,000 രൂപ മാത്രം വെച്ചെടുത്ത് നീതികേടില്ലേ? നമ്മൾ എന്തിനാണിത് പറയാൻ മടിക്കുന്നത്? നമ്മൾ ഈ വഴിക്കെതിരല്ല. ഞാനൊരു വ്യക്തിക്ക് എതിരല്ല, ഞാനൊരു പള്ളിക്ക് എതിരല്ല. നമുക്കറിയുമോ നമ്മുടെ പള്ളിക്ക് ഇവർ കാണിച്ച നീതികേട്? നമ്മുടെ പള്ളിക്ക് 12,23,023 രൂപ പള്ളിക്ക് പണം കിട്ടുന്ന നമുക്ക് സന്തോഷമോ? 12,23,023 രൂപ കിട്ടിയ പള്ളി കേസിന് പോയപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് ഉത്തരവ് തന്നു. തർക്കങ്ങളായി, ചർച്ചകളായി, അവസാനം പള്ളിയുടെ മുൻവശത്തുള്ള മതിൽ അങ്ങനെ തന്നെ സൗജന്യമായി കെട്ടിക്കിട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പള്ളിക്കെതിരല്ല, ഞാൻ പട്ടക്കാരനെതിരല്ല, ഞാൻ പിതാവിനെതിരല്ല. പക്ഷെ പള്ളിക്ക് പണം കിട്ടുമ്പോൾ, പള്ളിക്ക് സൗജന്യമായി കെട്ടിക്കിട്ടുമ്പോൾ ഈ നാട്ടിലെ ഓരോ മനുഷ്യർക്കും ഈ പണവും കിട്ടണ്ടേ, ഈ ഭൂമിയും കെട്ടിക്കിട്ടണ്ടേ എന്നുള്ള ചോദ്യത്തിന് ആര് ഉത്തരം പറയും? ആ CPM-കാരനെ കാര്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയുടെ പിതാവിനോട് 1ഉം 2ഉം വട്ടം ചെന്ന് പറഞ്ഞു, അല്ലയോ പിതാവേ, മലയോര മേഖലയിൽ താമസിക്കുന്ന മനുഷ്യർക്ക് കോസ്റ്റൽ ഹൈവേയിൽ, തീരദേശ ഹൈവേയിൽ, നാഷണൽ ഹൈവേയിൽ പണം
കിട്ടുന്നത് പോലെ മനുഷ്യർക്ക് നഷ്ടം സംഭവിക്കുന്നു. പണം കിട്ടുന്നത് പോലെ മലയോര മേഖലയിലെ മനുഷ്യർക്കും പണം കിട്ടേണ്ടത് അവരുടെ ആവശ്യമാണ്. ആ നാടിന്റെ മുന്നോട്ട് പോകുന്നത് അത്യാവശ്യമാണ്. പിതാവ് പറഞ്ഞു, ഞാൻ അന്വേഷിച്ചിട്ട് മറുപടി പറയും. 2 ദിവസത്തിനപ്പുറം പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതൊരു ഫെൽറ്റ് നീഡായി എനിക്ക് തോന്നാത്തത് കൊണ്ട് അതങ്ങൾ നടന്നു പോകുന്നു. ഇതേ പിതാവിനോടും ഇതേ രൂപതയോടും എനിക്ക് ചോദിക്കാൻ ഒറ്റ ചോദ്യം. ഇരിങ്ങാലക്കുട ഡാണാവിൽ വികസനവുമായി ബന്ധപ്പെട്ട് 8 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നില്ലേ? ഞാൻ പള്ളിക്കെതിരല്ല, ഞാൻ പട്ടക്കാരനെതിരല്ല, ഞാൻ പിതാവിനെതിരല്ല. പക്ഷേ വിശ്വാസത്തെയും ആചാരത്തെയും സംരക്ഷിക്കുന്ന ഈ നാട്ടിൽ ആധ്യാത്മിക നേതാക്കന്മാർ നീതി നിഷേധം നടക്കുമെന്ന് അറിയുമ്പോ അവിടെ ഒറ്റ വെക്കാനും ചോദ്യം ചെയ്യാനും ഈ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെ അപേക്ഷ. ആ അപേക്ഷയാണ് ജോസഫ് പാമ്പ്ലാനി പിതാവ് പറഞ്ഞത്. മലയോര മേഖലയിൽ മനുഷ്യർ പാവങ്ങളാണ്. എനിക്കത് നിങ്ങൾ പാവങ്ങളാണ്. സംഘടിതമായ ഒരു സോഷ്യൽ പ്രഷറിനെ, ഒരു പൊളിറ്റിക്കൽ പ്രഷറിനെ നേരിടാനുള്ള കപ്പാസിറ്റിയൊന്നും മലയോര മേഖലയിലെ പാവങ്ങൾക്കില്ല. ഉദ്യോഗസ്ഥരൊന്നും അവർ തെറ്റിദ്ധരും. കഴിഞ്ഞ ദിവസം ഈ സ്കൂളിനകത്ത് നടന്ന മീറ്റിങ്ങിനകത്ത് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാറേ ഞങ്ങളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പണ്ട് ഇല്ലെന്ന് വെച്ചാൽ ഞാൻ കിട്ടിയോടത്ത് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു. ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്ത് ഇഷ്ടംപോലെ ചെയ്യുന്നു. എങ്ങനെയുണ്ട് ഈ പാവം മനുഷ്യർ? തിരിച്ചു ചോദിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത പാവം മനുഷ്യർ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കറിയുമോ, മലയോര മേഖലയിലെ മനുഷ്യർ പാവങ്ങളാണ്. നമ്മൾ വന്യമൃഗ ശല്യത്തെ നേരിടുന്നുണ്ട്. നമ്മൾ കോവിഡിനെ മറികടന്നു, നമ്മൾ പ്രളയത്തെ മറികടന്നു. ഞാൻ സംസാരിക്കുന്നത് പടിഞ്ഞാക്കരയുടെ ബിജുവിന് വേണ്ടിയിട്ടാണ്. ബിജു ഇവിടെ ഉണ്ടായിരുന്നു, ദേവത്തിന് ബിജുവേട്ടൻ. നിങ്ങൾക്കറിയുമോ, നിങ്ങൾ ആ മനുഷ്യരെ നോക്കണം. പടിഞ്ഞാക്കര ബിജുവും ബിജുവിന്റെ അമ്മയും ബിജുവിന്റെ പെങ്ങളും ഞാൻ അവിടെ വെച്ച് അവസാനിക്കും. അവർക്കൊരു രൂപ പോലും കൊടുക്കാതെ 25,000 രൂപ തരാമെന്ന് പറഞ്ഞ് കളിയാക്കിയ CPM-ന്റെ തിരഞ്ഞെടുക്കപ്പെട്ട് വിജയിച്ചു വന്ന പഞ്ചായത്ത് മെമ്പർ എന്ത് നീതിയാണോ ആ പാവങ്ങളോട് ചെയ്യുന്നത്? അവരുടെ അവസ്ഥ നമുക്കറിയാം ഇല്ലേ? കണ്ണമ്പുഴയുടെ രാകേഷിന്, കണ്ണമ്പുഴയുടെ ജോലിച്ചേട്ടന് അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. പടിയാക്കരയുടെ ഓളിക്ക് ആരൊക്കെ പറഞ്ഞത് ജോൺസൺ. ഒരു രാഷ്ട്രീയ വ്യത്യാസവുമില്ലാതെ ഞാൻ ലിസ്റ്റ് വായിക്കുന്നത്. നമ്മുടെ വർക്കിച്ചേട്ടന്, നമ്മുടെ എല്ലാം ചിന്തോന്റെയും അപ്പന് അവർക്കും എന്ത് നീതികളാണ്. ഈ നീതികൾ സംഭവിക്കും. അത് മാത്രമേ എനിക്ക് ഉദ്ദേശിക്കൂ. ഈ വഴി വരണം, ഈ വഴി വികസിക്കണം, ഈ നാട് നന്നാവണം. പക്ഷെ അതെല്ലാം ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഒളിച്ചോടിക്കൊണ്ട് പാർഷ്യാലിറ്റി കാണിച്ചാൽ, അത് ഉദ്യോഗസ്ഥർ കാണിച്ചാലും ശരി, രാഷ്ട്രീയക്കാർ കാണിച്ചാലും ശരി, അത് തുറന്നു പറയാൻ, സത്യം വിളിച്ചു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ട ബൈജേട്ടൻ ഏറ്റവും പുറകിലെ സ്വാഗതം പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഉദിരിപ്പറമ്പിൽ ആളുകൾ 10 ലക്ഷത്തിലധികം രൂപ എല്ലാവരും കൂടി കൈപ്പറ്റിയതിനു ശേഷം ഉദിരിപ്പറമ്പിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കല്ലിന്റെ പൂർത്തീകരണത്തിന് കഴിഞ്ഞ 3 മാസമായി അവർ സമ്മതിക്കുന്നില്ല. എന്താ കാരണം? അന്വേഷിക്കണം. CPM-ന് ജോസഫിൽ നിന്ന് കാലത്ത് മുമ്പോ എന്നോട് പറയാ, വേറൊരു ജോസേട്ടനോട് പറഞ്ഞു, അവിടെ വല്ല പ്രശ്നത്തിലായ നേരിടേണ്ടി വരും, സൂക്ഷിച്ചോളും. എടോ CPM-കാരാ, ഒരു കാര്യം ഞാൻ നട്ടല്ലുയർത്തി പറയാം. അങ്ങനെ ഞങ്ങളെ പിള്ളേരെയും ഞങ്ങളെ പ്രവർത്തകരെയും തൊട്ടുകൊണ്ട് CPM മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ ജനകീയമായി തിരിച്ചടിക്കാൻ ഈ നാട്ടിൽ ജനാധിപത്യ വിശ്വാസികളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ആരാണ് ഭീഷണിപ്പെടുത്തുന്നത്? പിണറായി വിജയൻ എന്തും പറയാലോ കേരളത്തിൽ. കാരണം ഒരു ബോധവുമില്ലാത്ത അണികൾ നിങ്ങൾ നിരന്ന് നിൽക്കുകയില്ലേ? പട്ട പകൽ നോക്കി രാത്രിയാണെന്ന് പറഞ്ഞാൽ അവരുടെ അണികൾ പറയും അത് രാത്രിയാണ്. രാത്രിയെ നോക്കി ഇവരുടെ നേതാവ് പറയുകയാണ് ഇത് രാത്രിയല്ല പകലാണെന്ന് പറഞ്ഞാൽ CPM-ന്റെ യാതൊരു ബോധവുമില്ലാത്ത മന്ദബുദ്ധിയായ കേരളമായ അണികൾ പറയും അത് ഇത് പകലാണ്. ഇത്രയുള്ളവർക്ക് അയാൾ 2017 പറയുക 2019 മലയാള ഹൈവേ ഈ 1267 കിലോമീറ്റർ ഞങ്ങൾ പൂർത്തീകരിക്കണം. അവസ്ഥ എന്താ? തൃശൂർ ജില്ലയിൽ പണി നടക്കുന്നത് ചാലക്കുടിയിലെ പ്രിയങ്കരനായ MLA സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അയാൾ വന്നതിന് ശേഷം ഈ നാട്ടിൽ നഷ്ടം സംഭവിക്കുന്നതിന്റെ സ്ട്രക്ചറുകൾക്ക് കൂടുതൽ എമൗണ്ട് അനുവദിപ്പിച്ചുകൊണ്ട്
അയാൾ ഈ പണിയെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോഴും ആ മനുഷ്യരോട് ഞാൻ പറയാറുണ്ട്, ഇവിടെ നീതി നിഷേധം നടന്നു. ഇവിടെ സനീഷകൻ ചേട്ടൻ എന്നോട് പറയും, ഈ ഉദ്യോഗസ്ഥരെ വെച്ച്, ഈ ഗവൺമെന്റിനെ വെച്ച് എങ്ങനെയാണ് നമുക്ക് ഈ മനുഷ്യർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുക? പള്ളിയിൽ 60,000 രൂപയുടെ തട്ടിപ്പ് CPM ബ്രാഞ്ച് സെക്രട്ടറി നടത്തിയെന്ന് ഞാൻ പേര് പറയുന്നില്ല. CPM ബ്രാഞ്ച് സെക്രട്ടറി നടത്തിയെന്ന് ഞാനത് നേരിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനത് തുറന്നു പറഞ്ഞു. ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റ് ആക്കി. തൊട്ടു പിന്നാലെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് CPM ഭാഗത്ത് എന്താണെന്നറിയുമോ? എന്തിനാണ് ലിജോ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴയ്ക്കുന്നത്? ഞാൻ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴയ്ക്കില്ല. വിശ്വാസവും വിശ്വാസികളും അതങ്ങനെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകുന്ന പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കുകളിലും CPM വളരെ സംഘടിതമായി അതിമാചാരത്തെയും നശിപ്പിച്ചില്ലാതാക്കുന്നുണ്ട്. യാഥാർത്ഥ്യത്തെ ഈ നാടിനോട് കമ്മ്യൂണിസ്റ്റ് അവർ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നുണകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വർഷത്തോളം ഇവിടെ തടസ്സപ്പെടുത്തിയിട്ട് പിന്നെ അത് എന്റെ വീടിന്റെ ഉമർക്ക് കൊണ്ടുവയ്ക്കാനാണ് CPM തയ്യാറായി. ആലോചിച്ചു. ഞാൻ പറഞ്ഞു, കോർമല നമ്മുടെ ഈ നാടിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു പോകുന്ന ഒരു ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. അപ്പൊ അവർ പറഞ്ഞത് മട്ടത്തൂർ പഞ്ചായത്ത് ഇത് കോളശ്ശേരി. മട്ടത്തൂരും കോളശ്ശേരിയും ഇന്ത്യയും പാകിസ്ഥാന്റെയും ബോർഡറൊന്നുമല്ലല്ലോ.